ഇല്ലേ ഇതൊക്കെ നെയ്യാട്ടോ, നെയ്യ് എടുക്കലില്ല. നെയ്യ് മുറിച്ചിട്ടോ, ഇതൊക്കെ നെയ്യാണ്, നെയ്യ് എടുക്കലില്ല, നെയ്യ് മുറിച്ചിട്ടാണ് പെരുന്നാൾക്ക് കിട്ടിയ ഇറച്ചിയാണ് കേട്ടോ. ഉള്ളിയും പച്ചമുളക് കൂട്ടോ, വലിയ ഉള്ളിയും പച്ചമുളകും, 2 ഉള്ളി പിന്നെ കഷ്ണമുണ്ട്, 2 തക്കാളി. ബീഫ് അത്രയേ ഉള്ളൂ, 1 കിലോ ഉണ്ടാവില്ല. എന്നിട്ട് ഈ ബീഫ് ഇതിക്ക് ഇടുകയാണ്. പിന്നെ നമ്മൾ അരച്ച് വെച്ച മസാല കേട്ടോ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, വലിയ ജീരകം, കുരുമുളക് കൂടി അരച്ച് വെച്ചതാണ്. ഇതൊക്കെ ഇടുകയാണ്. വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അരച്ച് വെച്ചതാണ്. ഇതട്ടോ ബീഫ് മസാല. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് കേട്ടോ. ഉപ്പ് കുറച്ചില്ല, പിന്നെ നമ്മൾ ഉണ്ടോ നോക്കിയിട്ടാണ് ഉപ്പ് കേട്ടോ. പിന്നെ വെന്തതിന് ശേഷം നോക്കിയിട്ടിടുക. ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് എല്ലാം മിക്സ് ആക്കിയിട്ടോ. ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാം, 1 ഗ്ലാസ് വെള്ളം മതി കേട്ടോ. ഏലക്കായും കറാമ്പൂവും പറ്റും ചതക്കലൊന്നും കേട്ടോ, ഞാൻ ഇടാം. കുരുമുളക് പൊടിയൊക്കെ ആദ്യം മസാലയിൽ കുറച്ചിട്ട് വലിയ ജീരകം ഒക്കെ ഇട്ടു. ബീഫ് ഗ്യാസ് വെച്ചിട്ടോ, ഉരുളിയുടെ പകുതി ഇതെണ്ണ ഒഴിച്ച് ഇത് വാറ്റാം. ലേശം മഞ്ഞപ്പൊടിയും ഉപ്പ് പൊടിക്കിട്ട് കേട്ടോ, ഞാൻ വേഗം വാടി. ഉള്ളി വാടിയപ്പോൾ തക്കാളി മുറിച്ചിടണം കേട്ടോ. ഇത് വാടി കുറച്ച് വാടിയിൽ നമ്മൾ അരച്ചൊക്കെ മസാല മസാലയും കേട്ടോ ഇട്ടില്ല. ഞങ്ങൾ എടുത്ത പള്ളിട്ടോ ഭാഗം ഞങ്ങൾ അരച്ച് വെച്ച മസാലയിൽ നിന്ന് 1 സ്പൂൺ കേട്ടോ ഇതിട്ടില്ല. നല്ലത് വാടി കഴിഞ്ഞാൽ ബീഫ് വന്നിട്ട് ഇത് കൊടുക്കാം. ഇതിൽ ലേശം എണ്ണയും കൂടി പറഞ്ഞിട്ട് കുറച്ച് ഉരുവ ഇടണം. എണ്ണയ്ക്ക് ഉരുവ ആദ്യം തലം മതി വിടുക, അല്ലെങ്കിൽ ഇറച്ചി വെക്കുമ്പോൾ അതിൻ്റെ കൊലുവട്ടാലും മതി കേട്ടോ. അത് ഉരുവ ഇങ്ങനെ വെക്കാം. ഇത് വാടിക്കേണ്ട ലേശം എണ്ണ വെച്ചിട്ട് ആക്കിയിട്ട് അതിൽ ഉരുവട്ടിട്ട് ഞാൻ ആക്കട്ടെ. ഇതാ ഉരുവ മതി. പിന്നെ ഈ ബീഫ് പിടിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കൻ ഇടാം. അടിപൊളി ബീഫ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് കറി എന്താണ് പറ്റിക്കണ്ടോ, ഞാൻ ഉച്ചക്കായ കാരണം ചോർക്കണം. അപ്പോൾ അതിൽ വെള്ളം കൊടുക്കും. നമ്മളെ ബീഫ് അടുപ്പത്താട്ടോ ആയിട്ടില്ല. ഇതിൽ വെള്ളം നല്ല വറ്റി നല്ല കറുത്ത കളറാകുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടം കൂടെ വെച്ചാൽ. ഞാൻ അതൊന്നും കൂടി വറ്റിയിട്ട് ക്യാപ്സിക്കണം. ഞാനത് നല്ല വറ്റിക്കുന്നില്ല, എനിക്കൊന്ന് ഉച്ചക്ക് ചോറിട്ടുള്ളതാണ്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകാണ്ട് ഞാൻ ബീഫ് ഇപ്പോൾ കൈ കഴുകാൻ വേണ്ടിയിട്ട് വെച്ചാട്ടോ. ഇത് കഞ്ഞിയുടെ വെള്ളമാണ്, ഉരുവ വെള്ളത്തിലിട്ട് കഞ്ഞിയുടെ വെള്ളം. പിന്നെ തല വീഴുമ്പോൾ അതിൽ പാരാളാണ്. ഞാൻ എന്നിട്ട് ഇതിൽ ക്യാപ്സിക്കൻ, ഒരു ക്യാപ്സിക്കൻ, അത് ചെറിയ ക്യാപ്സിക്കൻ അതിലില്ല. ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാട്ടോ ചെയ്യുന്നത്, അതുകൊണ്ട് ശരിക്കങ്ങോട്ട് ഇതൊന്നും കഴിഞ്ഞാൽ അത് ഓഫാക്കും കേട്ടോ. നല്ലോണം വെള്ളം വറ്റിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. വേറെ എന്തെങ്കിലും കറിയുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്ത് വേറെ കറിയൊന്നുമില്ല, എന്നിട്ട് മാത്രമേ കേട്ടോ. ഇതിൽ മല്ലിച്ചപ്പില്ല, മല്ലിച്ചപ്പിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഓഫാക്കി വെക്കാം. കറിവേപ്പില കേട്ടോ, കറിവേപ്പില ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് പറയുണ്ടു. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കാൻ ടേസ്റ്റാണ്. ഒന്നും കൂടി വെള്ളം പറ്റണം കേട്ടോ, അപ്പോൾ ഞാൻ പറഞ്ഞ ടേസ്റ്റ് വരുള്ളൂ. അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണയും വരും, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ മിക്സിയും റെഡി റെഡിയാക്കി. ഇത് സ്പ്രേ കേട്ടോ, സൂപ്പിയും പിന്നെ എന്താ വെള്ളം, പിന്നെ ഹാൻഡ് വാഷും പറയാം. നമ്മൾ പുറത്ത് വെക്കില്ല കേട്ടോ, ഉള്ളിലത്തല്ല, അത് പുറത്ത് വേറെ മുട്ട ചീറ്റിട്ട് ഇങ്ങനെ ഇട്ടാണ്. അപ്പോൾ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ തന്നെ അതായത് തിരുമാല തുണിയാണ് പുറത്തേക്ക്. ഇത് ഹരിത സേനയുടെ കവർ കേട്ടോ, വേസ്റ്റ് കവർ ഇട്ടിട്ട്